കൃപാസന മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അൽക്ക. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പം അവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത് 2021 ലൈറ്റ ക്യാൻഡിൽ റിക്വസ്റ്റിലൂടെയാണ് കൃപാസന മാതാവിനെ പറ്റി ആദ്യം അറിയുന്നത്. അതറിയാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഫൈനൽ ഇയറിൽ എനിക്കൊരു പേപ്പർ പോവുകയുണ്ടായി. അതും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ലായിരുന്നു. കാരണം ബാക്കിയുള്ള എല്ലാ സെമ്മിലും അത്യാവശ്യം ഫുൾ മാർക്ക് അടുപ്പിച്ചും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഫൈനൽ സെമ്മിന് ഒരു പേപ്പർ പോയപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നില്ല. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നപ്പോഴാണ് എൻ്റെ സിസ്റ്ററും അമ്മയും പറയുന്നത്, കൃപാസന മാതാവ് എന്ന് പറഞ്ഞൊരു മാതാവുണ്ട്, നമുക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ മാതാവിനോട് പ്രാർത്ഥിക്കാം, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അങ്ങനെ റീവാലുവേഷൻ കൊടുക്കാമെന്ന് ആദ്യം തീരുമാനിച്ചു. അപ്പം മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞങ്ങൾ റീവാലുവേഷൻ കൊടുക്കുവാണ്, അത് ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രെയർ റിക്വസ്റ്റ് ഇട്ടും ഏറ്റവും കൂടുതലും ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ഒരു ഇടവേളയില്ലാതെ പ്രാർത്ഥിച്ചൊരു മൊമെൻ്റാണെന്ന് ആദ്യം തന്നെ പറയാം. എല്ലാ പ്രാർത്ഥനകളും ഉപവാസമായാലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണെങ്കിലും ധ്യാനം കൂടുന്നതായാലും ഒന്നിനും ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചൊരു സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം, ഇതിപ്പം കുറേ ദിവസം കൊണ്ട് റിസൾട്ടും വരുന്നില്ല, റിവാലുവേഷൻ കൊടുത്തു, അതിൻ്റെ റിസൾട്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് മാതാവിനോട് ഞാൻ ചോദിച്ചു, മാതാവേ ടൈം പൊയ്ക്കൊണ്ടിരിക്കുവാണ്, കാരണം PGക്ക് അടുത്ത അഡ്മിഷൻ ഡേറ്റായി, PGക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു, എൻ്റെ റിസൾട്ട് എല്ലാം കൂടെ വന്നാൽ മാത്രമേ എനിക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാതാവ് ഒരു രാത്രി ഞാൻ ഏറ്റവും ലേറ്റായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്ന ജസ്റ്റ് ബെഡിലൊന്ന് കിടന്നപ്പം എനിക്ക് പെട്ടെന്നൊരു പ്രകാശം വന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വണ്ടി എന്തെങ്കിലും വന്നതായിരിക്കും എന്ന്. പെട്ടെന്നൊരു നല്ലൊരു ബ്രൈറ്റ് ലൈറ്റും മാതാവിൻ്റെ ഒരു മുഖം തെളിയുന്നത് ചുവരിൽ എനിക്ക് കാണാൻ പറ്റി. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റും ഞാൻ പറഞ്ഞു, മാതാവേ നന്ദി, ചിലപ്പം ഇതൊരു അടയാളമായിരിക്കും, റിസൾട്ട് വരുന്നതിൻ്റെ അടയാളമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കൊരു ദർശനമുണ്ടായി. അമ്മയ്ക്ക് ഇതുപോലെ മാർക്ക് കാണാനുണ്ടായി സ്വപ്നത്തിൽ. അതേ സെയിം മാർക്ക് തന്നെയാണ് റിവാലുവേഷൻ റിസൾട്ടിലും വന്നത്. അത് ഏറ്റവും വലിയ അത്ഭുതമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മാർക്ക് കിട്ടിയപ്പോഴൊക്കെ ഞാൻ ഒരു മിനിറ്റ് അഹങ്കരിച്ചിട്ടുണ്ട്, എൻ്റെ കഴിവാണെന്ന്. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ ഒന്നുമല്ല, കർത്താവും മാതാവും എന്നെ തുണച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അന്ന് തൊട്ട് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതാവും ഈശോയും തമ്മിൽ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട ആ മൊമെൻറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതലും ഈ ഒരു സംഭവം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടൊക്കെ പറഞ്ഞു. അപ്പം അവർക്കും അത്ഭുതമായി. അവരും ഇതുപോലെ ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഫേക്ക് അല്ലേ, അതൊക്കെയാണ് ആദ്യം പറയുന്നത്. അപ്പം ഞാൻ അതുപോലെ അല്ല, ഇങ്ങനെ ഒരു മാതാവുണ്ട്, നിങ്ങൾ വിശ്വസിക്കണം, അത്ഭുതങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിലെ ലൈവും ഉടമ്പടിയുടെ വീഡിയോസ് എല്ലാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഉടമ്പടിയിലായിരിക്കുന്നവരുമുണ്ട്. അതോടൊപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി പല ഭാഷകളിലുള്ള പത്രം മേടിക്കുകയുണ്ടായി. ഇംഗ്ലീഷും ഹിന്ദിയും കൊങ്കണി പല ഭാഷകളിലെ പത്രങ്ങൾ മേടിച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ ട്രാവൽ ചെയ്യുമ്പോഴും അവിടെയുള്ള ആൾക്കാർക്ക് ഈ മാതാവിനെ പറ്റി അറിയാൻ വേണ്ടി പത്രം കൊടുക്കുകയുണ്ടായി. അവരിതുപോലെ ചോദിക്കും, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഞാൻ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരും പത്രം ഇതുപോലെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവർത്തനം, കൂടുതലും ഈ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ വരുന്ന ഓരോ കുഞ്ഞു മക്കൾക്കും അല്ലെങ്കിൽ ഈ ഹേർട്ട് റിലേറ്റ് ചെയ്തും ലിവർ അങ്ങനെയൊക്കെ രോഗബാധിത റിലേറ്റ് ചെയ്ത് ഒത്തിരി സഹായം തേടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മാക്സിമം GPയിലൂടെ പൈസ കൊടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി മാക്സിമം അവർക്കൊന്നും ഇഷ്ടമൊന്നും പെടത്തില്ല, പക്ഷേ അവിടെ പോയി മാക്സിമം പത്രം കൊടുത്ത് ഈശോനെ പറ്റി ഞാൻ ഇതുപോലെ പറഞ്ഞു കിട്ടുന്നത്. അതുകൂടാതെ എൻ്റെ സിസ്റ്ററിന് ജോലി കിട്ടിയത് കൃപാസനത്തിൽ വന്ന്
ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ സിസ്റ്ററിന് ജോലി കിട്ടിയത്. എൻ്റെ സിസ്റ്റർ 2 മാസം മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനും സാക്ഷ്യം പറയുന്നു. ഇപ്പം എൻ്റെ അമ്മയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഉടമ്പടിയിലാണ്. ഞാൻ പുതുക്കാനാണ് വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഇപ്പം വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പം ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വമല്ല. പക്ഷേ ഞാൻ ഈശോനോട് മാപ്പ് പറഞ്ഞിട്ടും പഴയ പോലെ ഞാൻ അതേ സ്പിരിറ്റോടെ തന്നെ തിരിച്ചു വരുമെന്ന് മാതാവിന് ഞാൻ വാക്കുകൊടുത്ത് ഇനിയുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ അതിശക്തമായിട്ട് തന്നെ ഒരു മുടക്കം വരാതെ ചെയ്യുമെന്ന് ഞാൻ ഈ സന്നിധിയിൽ ഞാൻ ഇന്ന് മാതാവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വാക്ക് കൊടുക്കുകയാണ്. എല്ലാത്തിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ HM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരിക്കലും ഒരു HM ആകണമെന്ന് ആഗ്രഹിക്കാതെ ഈ സ്ഥാനത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഭയങ്കര ടെൻഷനുള്ള വ്യക്തിയായിരുന്നു. ഒരു നിസ്സാര കാര്യത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, പേടിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു HMൻ്റെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യും. അപ്പോൾ തലേ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനും കൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഭയങ്കരമായ ഭയം. അന്ന് പിന്നെ ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയി മാതാവിനെയും ഈശോയും ഈ വിഷയം സമർപ്പിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. മാതാവും ഈശോയുമാണ് എനിക്ക് ഈ സ്ഥാനം നൽകിയതെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് ചെയ്യാനുള്ള കൃപ ഈശോയെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തു. ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. അതിൻ്റെ ഫലമായിട്ട് ഇന്നും അങ്ങനെ തന്നെ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും എന്നെ അത് വലിയ തരത്തിലൊന്നും ബാധിക്കാറില്ല. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ഈശോയ്ക്ക് അമ്മ മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിക്കുന്നതിനും അഡ്മിഷൻ കൂടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നല്ല ടീച്ചേഴ്സിനെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ നിയോഗം വെച്ചിരുന്നു. അതെല്ലാം അമ്മ മാതാവ് വഴിയായിട്ട് എനിക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോയ് വഴി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പെർമനൻറ്റ് ടീച്ചർ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മേലാണ് വരുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും. അപ്പോൾ സ്കൂളിൽ പണികളൊക്കെ നടക്കുന്ന സമയത്ത് ഇതിനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തും, ഞാൻ എങ്ങനെ തന്നെ ഇത് വഹിക്കുമെന്നോർത്ത് ഭയങ്കരമായി വിഷമിച്ചു. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കളായി ഉപ്പ് എല്ലാം ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ലാതെ നിർമ്മാണ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ട് ഒരു ക്ലാസ് റൂം ചെയ്ത് തരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്രയും ഭാരം എനിക്ക് കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ ഞാനിതെല്ലാം സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുകയാണ്. കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ എന്ന്. പക്ഷേ അവിടെ നിന്ന് ടെൻഷൻ അടിച്ച് അനുഭവിച്ച ഉരുകി തീർന്ന എനിക്ക് അതിൻ്റെ വില മനസ്സിലാകുള്ളൂ. ആ സമയങ്ങളിലെല്ലാം അമ്മ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാശുരൂപത്തിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇന്ന് വരെ അമ്മയും ഈശോയും എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും അസുഖങ്ങൾ വരുമായിരുന്നു. പനി 2 മാസം കൂടുമ്പോൾ എനിക്ക് പനി വരും. എന്ന് വെച്ചാൽ ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, ചൂട് തണുപ്പ് അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. അപ്പോഴാണെങ്കിൽ ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. 2 മാസം കൂടുമ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ എനിക്ക് പനി മാറിയുള്ളൂ. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരെയും എനിക്കറിയാം, അവരെല്ലാവർക്കും നല്ല പരിചയമാണ്. കാരണം എല്ലാ മാസവും അങ്ങനെ പോവുകയാണല്ലോ, 1.5-2 മാസം ആകുമ്പോഴത്തേനും. അതേസമയം ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡിലും എല്ലാം വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ എൻ്റെ ആ പനിയെല്ലാം മാറി. ഇപ്പോഴെനിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ സെർവൻറ്റ് പോലും ഇല്ല വീട്ടിൽ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അമ്മ മാതാവ് ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു.
അതുപോലെ തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ ഈ കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സ്വർഗം താണിറങ്ങി ഭൂമിയിൽ പറുദീസ തീർക്കുന്ന ഇടമാണ് കൃപാസനം എന്നാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഞാൻ ഹോസ്പിറ്റലുകളിലും വീടുകളിലും എല്ലാം നടന്ന് കൊടുത്തിട്ടുണ്ട്. മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഓട്ടോയ്ക്കാണ്, അപ്പം ആ ഓട്ടോയിൽ കൊടുക്കും. അതുപോലെ എൻ്റെ ടീച്ചേഴ്സിന്, അതുപോലെ സുഖമില്ലാത്ത കുട്ടികളുടെ പാരൻസിന് ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സുഖമില്ലാത്ത കുട്ടികളുടെ വീടുകളിൽ ചെന്ന് നേർച്ച വസ്തുക്കളായ ഉപ്പൊക്കെ ഞങ്ങൾ കൊടുത്തു വിടാറുണ്ട്. തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായും എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന അവിടെ പലർക്കും സാമ്പത്തികമായി ഞാൻ സഹായം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പത്രങ്ങളിലൊക്കെ സഹായം ചോദിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ സർജറി ചെയ്ത് കഴിഞ്ഞ 2 പേർക്ക് ഞാൻ സാമ്പത്തിക സഹായം കൊടുത്തു. അതുപോലെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് സാമ്പത്തികം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്ന എത്ര സഹായം ഞാൻ ആർക്കും ചെയ്തു കൊടുക്കാനായിട്ട് മനസ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ വളരെയധികം പ്രാർത്ഥനയിലും ജപമാല അതിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഇടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ജപമാല കഴുത്തിലിട്ടിരിക്കുകയാണ്. ഇന്നേ വരെ അതിനു മുമ്പ് ഞാൻ ജപമാല അങ്ങനെ ഇടില്ലായിരുന്നു. അതുപോലെ ഇത് ഒരിക്കലും ഞാൻ മാറ്റാറില്ല, കുളിക്കുമ്പോൾ പോലും ഇത് മാറ്റാറില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സാധാരണ ഈ മാലയൊക്കെ മാറ്റിയിട്ട് കളർഫുള്ളായിട്ടുള്ള മാലയൊക്കെ ഇടാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അഥവാ ഇട്ടാലും ഇത് മാറ്റാതെ അതിന് മുകളിൽക്കൂടെയൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ എപ്പോഴും മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഈശോയും മാതാവും ഉണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അവിടെ നിന്ന് മാനസികമായിട്ട് നമ്മൾ ഉരുകിത്തീരുന്ന ഓരോ സന്ദർഭങ്ങളുണ്ട്. അന്നേരം എല്ലാം അമ്മ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശുരൂപം മുറുകെ പിടിച്ചു കഴിയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇന്നലെ വരെ എനിക്ക് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഇന്ന് രാവിലെ വരെ എന്നോട് അനുഭവം ഉണ്ടായി. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതുതന്നെയാണ് ഇതുവരെയും അൽക്കായും അമ്മ ജീനയും നമ്മോടും പറഞ്ഞത്. അൽക്ക എങ്ങനെയാണ് ഡിഗ്രി ഒരു സബ്ജക്റ്റ് മിസ്സാകുന്നതും പിന്നീട് റീവാലുവേഷന് കൊടുക്കുന്നു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു, അത് ലേറ്റ് ആകുന്നു. എന്നാൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അതിലൂടെ ഈ ലേറ്റായ ആ ഒരു അവസ്ഥയിൽ ഇനി മുമ്പോട്ട് എങ്ങനെ PGക്ക് അഡ്മിഷൻ കിട്ടുമോ, ഇങ്ങനെയുള്ള ഉത്കണ്ഠകളാൽ അൽക്ക വിഷമിക്കുമ്പോൾ അൽക്കയ്ക്ക് ഒരു ദർശനമുണ്ടാകുന്നു. മാതാവ് എങ്ങനെയാണ് സ്വപ്നത്തിൽ അൽക്കയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. മനസ്സിന് ബലം കിട്ടുന്നു. അതേ ദിവസം തന്നെ അമ്മയും കാണുകയാണ് എത്ര മാർക്കാണ് ഈ മകൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ റീവാലുവേഷൻ്റെ റിസൾട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ മകൾക്ക് കിട്ടുന്നു. PGക്ക് അഡ്മിഷൻ കിട്ടുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ വേദനിച്ച നിമിഷങ്ങളാണത്. ആരും മനസ്സിൽ ധൈര്യപ്പെടുത്താനില്ലാത്ത സമയത്ത് പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്ന് തനിക്ക് ബോധ്യം നൽകിയ നിമിഷങ്ങളാണ്. കുടുംബം ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളാണ്. പ്രേക്ഷിത പ്രവർത്തനം നടത്തി അവർക്ക് ഇതിന് മറുപടി ലഭിക്കാതെ പോകരുത് എന്നുള്ള ഒരേ ഒരു വാശി എന്ന് തന്നെ പറയാം. അതായത് പോസിറ്റീവ് സെൻസിൽ ദൈവത്തെ നേടുന്നതിന് വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം, തങ്ങളുടെ സമയം, ആരോഗ്യം എല്ലാം അവർ മാറ്റിവെക്കുന്നു. ആ മാറ്റിവെക്കലിലൂടെ
കർത്താവിനോട് മുഖാഭിമുഖം സംസാരിച്ച മോശയെ പോലെ 33 പുറപ്പാട് 33:11 നമുക്ക് 33:11 മുതൽ നമുക്കത് കാണാൻ കഴിയും. എങ്ങനെയാണ് മോശയും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടി ജീവിതം നയിച്ചതെന്നുള്ളത്. അങ്ങനെ ആ ഒരു ബന്ധമൊക്കെ യുവതികളായ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തനിക്ക് ഒത്തിരിയേറെ വീഴ്ചകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഞാനതൊക്കെ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വരില്ല എന്നൊക്കെ ഈ മകൾ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എത്രമാത്രം താൻ ആശങ്കപ്പെട്ടും അതുപോലെ ഭയപ്പെട്ടുമാണ് തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോയതെന്നും, എന്നാൽ അമ്മയെയും കൊണ്ട് പോയപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ കാശ്രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് അത് തനിക്ക് കൂട്ടായിരുന്നു. തനിക്ക് ഏറ്റവും ബലം കിട്ടിയ ദിവസങ്ങൾ പിന്നീട് ഇന്ന് വരെ തനിക്ക് തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തൻ്റെ സഹപ്രവർത്തകരോടായാലും സ്കൂളിലെ ഓരോ കാര്യത്തിനായാലും HM എന്നുള്ള രീതിയിൽ ഇന്ന് വരെ തനിക്ക് പുറകോട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും കൂട്ടായ പ്രവർത്തനം, ഏതെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നാൽ തന്നെ അതൊന്നും തന്നെ ഏശാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സഹകരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഇന്ന് ഇവിടെ നിന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുമ്പോൾ ജോഷുവ എങ്ങനെയാണ് സമാഗമ കൂടാരത്തെ വിട്ടുപോകാതെ, മോശ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴും നൂനിൻ്റെ പുത്രനായ ജോഷുവ സമാഗമ കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ആ മകൻ കർത്താവിനോടൊപ്പം അവിടെയായിരുന്നു ചിലവഴിച്ചിരുന്നത് രാത്രി മുഴുവൻ. ഈ കൃപാസനം എന്ന കൂടാരത്തെ വിട്ടുപോകാതെ ജീവിതത്തിലെ ദുരിത അനുഭവങ്ങളിൽ ഈ കൂടാരത്തിൽ അഭയം തേടിയാൽ പിന്നെ വിട്ടുപോകാതെ നിൽക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ബോധ്യത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വിട്ടുപോയാൽ അതിന് റിക്കൺസിലിയേഷൻ ഉണ്ട്. അത് ബോധ്യത്തോടെ തന്നെ നാം റിക്കൺസിലിയേഷനിലേക്ക് കടന്നു വന്ന് പിന്നീട് എപ്പോഴും നമുക്ക് തോന്നുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല, കർത്താവിന് കൊടുത്ത വാക്കനുസരിച്ചുള്ള ഒരു ജീവിതം. ആ വാക്ക് പാലിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്കും ഈ കൂടാരത്തെ വിട്ടുപോകാതിരിക്കാനുള്ള കൃപ ദൈവം തരും. ഈ കൂടാരത്തിൽ നിന്ന് കൂടുതൽ കൃപകൾ നേടി നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവം കൂടെ നടക്കുന്ന അനുഭവമായിട്ട് ഏശയ്യായുടെ പുസ്തകത്തിൽ നാം കേട്ട തിരുവചനം പോലെ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കൂടെ നടക്കുന്ന അനുഭവമായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിന് ബലം കിട്ടും, മറ്റുള്ളവർക്ക് ബലം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.